ഇവിടെ അക്രമം നടത്തി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് KSU വിഭാഗം നടത്തിയ അക്രമ സംഭവങ്ങളുടെ രംഗത്ത് വരുന്നത്. ഇതിനോടുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കരുത്. കേരളത്തിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത്. സമാധാനപരമായ ജീവിതമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ അക്രമ സംഭവങ്ങളെയും അപലപിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുള്ളൂ. അത്തരമൊരു യോജിച്ച ശ്രമത്തിലേക്ക് കേരളീയ സമൂഹം എത്തിച്ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അക്രമ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നു. ഈ സർക്കാർ ആതുരാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധത്തിന്റെ ഒരു സാങ്കത്യം. അപ്പോൾ അതെങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അപ്പോൾ അക്രമത്തെ ന്യായീകരിക്കല അഭിനന്ദ രണ്ട് സംഭവമാണ്. ചികിത്സാ രംഗത്ത് പിഴവുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുന്നുണ്ട്. ഒരു ചികിത്സാ പിഴവിനെയും ആരും അംഗീകരിക്കുന്നില്ല. അത് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചികിത്സാ പിഴവിനെതിരായ സമരമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് തന്നെ അക്രമത്തെ ന്യായീകരിക്കുന്നതിന് സമമാണ്. അപ്പോൾ ഒരു കാരണവശാലും അത്തരമൊരു നിലപാടോ ഒരു അക്രമത്തെയും ന്യായീകരിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇത് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളം കൈവരിച്ച കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടം ചെറുതാണോ? അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മരുന്ന് ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഒരു ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ഉച്ചവരെ OP ഉണ്ടായിരുന്ന സ്ഥാനത്ത് വൈകുന്നേരം വരെ OP. ഒരു ഡോക്ടർക്ക് പകരം 3 ഡോക്ടർമാർ. ലബോറട്ടറി സൗകര്യങ്ങൾ, അവിടെ മരുന്ന്, എല്ലാ സൗകര്യങ്ങളും ഇന്ന് കേരളം ഒറ്റപ്പെട്ട ഏതെങ്കിലും പ്രശ്നം ന്യൂനതകൾ എടുത്തു കാണിച്ച് കേരളമാകെ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിലപാട് ശരിയാണോ? ഇവിടെ കേരളം ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് കേരളത്തിലെ ആരോഗ്യ മേഖല കൈയടക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ബഹുരാഷ്ട്ര കുത്തകകൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖല തകർക്കണം. പൊതു ആരോഗ്യ മേഖല തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആരോഗ്യ മേഖല വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആ നിലപാട് തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആശുപത്രിയുടെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വികസിച്ചിട്ടുണ്ട്. അവയവം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കേരളീയരായ മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത്ര യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ കേരളത്തിലെ ആരോഗ്യ മേഖല തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. അത് പരിശോധിക്കുന്നുണ്ടല്ലോ. അത് പരിശോധിച്ച് വരട്ടെ. ആസൂത്രണം ചെയ്യാതെ ഇത്തരം അക്രമം നടക്കില്ല. സാധാരണ നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ആക്രമിക്കുന്നത്? ഒരു റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ആക്രമിച്ച സംഭവം കേരളത്തിലുണ്ടോ? സാധാരണ നിലയിൽ ഉണ്ടാവാറില്ല. പ്രതിഷേധ മുദ്രാവാക്യമൊക്കെ വിളിക്കാറുണ്ട്. ഇതിങ്ങനെ ഉണ്ടായല്ലോ. അത് ചിലപ്പോൾ ആസൂത്രണം തന്നിട്ടുണ്ടെന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തോടെ വ്യക്തമാകേണ്ടതാണ്. പോലീസ് ഇപ്പോൾ തന്നെ ഈ അക്രമത്തിൽപ്പെട്ട ചിലരെ കസ്റ്റഡിയിലെടുത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അവിടെ കണ്ണൂരിലുള്ള ആളുകൾ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ മന്ത്രിമാരുണ്ട്. അവരെല്ലാം ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നിലപാടുകൾ പറയും. ചികിത്സാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി KSU-യിലേക്ക് പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ ഇവിടെ വീഴ്ച വന്നു. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് സുരക്ഷ? റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കയറി അക്രമം നടന്ന സംഭവം ഉണ്ടോ? അക്രമത്തിന് ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും ആക്രമിക്കാം. അവിടെയാണ് ആസൂത്രണത്തിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ നിന്ന് സംഭവിച്ചത്. ആർക്കെങ്കിലും റെയിൽവേ അങ്ങനെയാണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ കേരളത്തിൽ? ഇങ്ങനെയുള്ള നിലപാട് മന്ത്രിമാരായാലും അവർക്ക് യാത്ര ചെയ്യണ്ടേ? ജനപ്രതിനിധികൾക്ക് യാത്ര ചെയ്യണ്ടേ? രാഷ്ട്രീയ പാർട്ടി ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരന് യാത്ര ചെയ്യണ്ടേ? യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഗൗരവ സ്വഭാവം ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ആരോഗ്യ മേഖലയിലെ പിഴവിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. ആരോഗ്യ മേഖല പിഴവിനുള്ളത് ഇതുപോലെ ഇങ്ങനെയാണോ പരിഹരിക്കേണ്ടത്? ആ പിഴവ് ഒരു പർട്ടിക്കുലർ കേസായിരിക്കുമല്ലോ. ആ കേസിൻ്റെ മേലെ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നു. പിഴവുണ്ടെങ്കിൽ ആ പിഴവ് തിരുത്തുന്നതിന് സഹായകരമായ നിലപാടാണ് എടുക്കേണ്ടത്. ഒരു പിഴവുണ്ടായിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖല ആകെ കുഴപ്പമാണ് എന്ന രീതി സ്വീകരിക്കുന്നത് ശരിയാണോ? അതാണ് നേരത്തെ പറഞ്ഞത്.
കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല തകർക്കുക എന്നുള്ളത് കുത്തകയുടെ താല്പര്യമാണ്. അവർക്ക് സഹായകരമായ നിലപാട് ചില ശക്തികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോഴിക്കോട്ട് തന്നെ നിങ്ങൾ ആശുപത്രികൾ പരിശോധിച്ചോ? പഴയതുപോലെയാണോ? സാധാരണക്കാരന് ഫീസ് താങ്ങാൻ കഴിയോ? ഇതിൽ കുത്തകകളായിട്ടുള്ള ആളുകൾ ഓരോ ആശുപത്രിയും കൈയടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇന്ന് കേരളത്തിൽ. അതിനെ പ്രോത്സാഹിപ്പിക്കലാണോ വേണ്ടത്? അതോ അതിനെ തടയാനുള്ള അതിനുള്ള ബദലെന്താ? ഈ പൊതുജനാരോഗ്യം മാത്രമാണ്, പൊതു ആരോഗ്യ മേഖലയാണ് ഇതിനുള്ള ബദലായിട്ട് നിൽക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കുത്തകവൽക്കരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ എതിർക്കുകയാണ് വേണ്ടത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ ചില വീഡിയോകളൊക്കെ കൂടുതൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് മന്ത്രി തന്നെ തട്ടിക്കയറി അവരോട് അത് ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒന്നുമില്ലെങ്കിൽ ഇവരൊരു സ്ത്രീയല്ലേ? വീണ ജോർജ് ഒരു സ്ത്രീയല്ലേ? അതെങ്കിലും അംഗീകരിക്കണ്ടേ? കേരളത്തിലെ ഏതെങ്കിലും ഒരു വനിതാ മന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കടന്നാക്രമണം നടന്നിട്ടുണ്ടോ? ആക്രമണത്തെ ന്യായീകരിക്കില്ലേ ചെയ്യുന്നത്? അവിടെ കൈക്ക് പരിക്കുണ്ട്, കഴുത്തിന് പരിക്കുണ്ട്. അത് വീഡിയോ വഴി തന്നെ കാണാൻ കഴിയുന്നതല്ലേ? അതാണല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ ആ യാഥാർത്ഥ്യത്തെ കാണാതെ താങ്കൾ ഇവിടെ പറഞ്ഞ പോലുള്ള വിശദീകരണമാണെങ്കിൽ ഈ ആക്രമണത്തെ ന്യായീകരിക്കുകയാണെന്നുള്ളതിൻ്റെ അർത്ഥം. ആക്രമണത്തെ ന്യായീകരിച്ച് പോകാൻ കഴിയില്ല, ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയില്ല.